മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഖബസുൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതാ ഇന്നൽ മുഅ്മിനീന ഫീ ജന്നതി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ സ്വർഗ്ഗത്തിൽ പവിഴത്തിനാൽ പണിതീർത്തിരിക്കുന്ന പൊള്ളയായ ഒരു കൂടാരമുണ്ട്. സ്വർഗ്ഗത്തിൽ 60 മൈലാണ് അതിന്റെ നീളം. അതാണ് സത്യവിശ്വാസികൾക്കും തന്റെ ഭക്തിമാർക്കും അല്ലാഹു കൊടുക്കുന്നതെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുന്നതായി. നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു, ഇന്ന അഹ്ലൽ ജന്നതി യതറാഊന അഹ്ലൽ ഖുറഫ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, സ്വർഗ്ഗത്തിലെ മാളികകളെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. വലിയ വലിയ കൊട്ടാരങ്ങളെ കുറിച്ച്, വലിയ വലിയ മാളികകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, സ്വർണ്ണത്തിനാലും വെള്ളിയാലുമുള്ള ഇഷ്ടികകൾ കൊണ്ടാണ് അത് പണിതിരിക്കുന്നത്. റോഡിലൂടെ നടന്നു പോകുമ്പോ നമ്മളൊക്കെ ഒരു വീട് പണിയാൻ തീരുമാനിക്കുമ്പോ പടച്ചവനെ യൂട്യൂബിന്റെ അകത്ത് കയറി നോക്കും, ഏറ്റവും വലിയ വീട് ഏതാണ്, ഏറ്റവും വലിയ വീട് എന്തുകൊണ്ടാണ് പണിതിരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ അവിടെ പറയുകയാണ്, സ്വർഗ്ഗത്തിലെ വീടുകളുണ്ടല്ലോ, വെള്ളിയാലുള്ള ഇഷ്ടികകളാണ്. സ്വർണ്ണത്തിലെ ആ സ്വർണ്ണവും വെള്ളിയുമാണ് അവിടുത്തെ ഇഷ്ടികകള്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവിടുത്തെ പെയിന്റ് പോലും, അവിടുത്തെ പെയിന്റ് ഉണ്ടല്ലോ, അത് മാണിക്യവും അതിലെ മണ്ണ് കുങ്കുമവുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വിചാരിക്കുക ഇയാൾ ഇപ്പൊ വീട് പണി തുടങ്ങാം. അതന്നെ ഞാനിത് പറയുന്നത്, ഈ ഹദീസ് നിങ്ങളൊന്ന് സമാധാനത്തിൽ കേൾക്ക്. നമ്മളൊരു വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോ നമ്മൾ പ്ലാൻ നോക്കും, പല സ്ഥലങ്ങളിലും പോയിട്ട്. ഇപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, വീട് വെക്കുമ്പോ ഏറ്റവും നമ്മൾ ചിന്തിക്കുന്നത് എത്ര കട്ട വേണോ, ഇഷ്ടിക വേണോ, സിമന്റ് കട്ട വേണോ, അതോ ലോക്കിടുന്ന കട്ട വേണോ, ഏറ്റവും കൂടിയതാ നോക്കണേ. അതുപോലെ തന്നെ നമ്മൾ സിമന്റ് എടുക്കുമ്പോഴും രാങ്കോ സിമന്റ് മാത്രം എടുക്കുന്നവരുണ്ട്, ശങ്കറുണ്ട്, ഏറ്റവും കൂടിയത് എടുക്കത്തുള്ളൂ. പിന്നെ ചിലര് എംസാൻഡ് ഇടും, ചിലര് പ്രീസാൻഡ് ഇടും, പിന്നെ ചിലര് മണലിൽ തന്നെ വാർത്താ മതി. ഒരു വീട് വെക്കുമ്പോ അങ്ങനെയാണല്ലോ സഹോദരങ്ങളെ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ടൈല് വേണോ, ഗ്രാനൈറ്റ് വേണോ, എല്ലാം നമ്മൾ നോക്കണമല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വർഗ്ഗത്തിലെ വീടെന്ന് പറഞ്ഞാൽ അവിടത്തെ കല്ലുകൾ, ഇഷ്ടികകൾ പോലും സ്വർണവും വെള്ളിയുമാണ്. അവിടത്തെ ഇഷ്ടിക സ്വർണവും വെള്ളിയുമാണ്. സ്വർഗീയ ഭവനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് അതിന്റെ ചായം, പെയിന്റ് കസ്തൂരിയും അതിലെ മണ്ണ് കുങ്കുമമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വീടെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗ്ഗത്തിലെ വീടുകൾ എങ്ങനെ, സ്വർഗ്ഗത്തിലെ വീടുകൾ എങ്ങനെ, സ്വർഗ്ഗത്തിന് ഇനി വീടുണ്ടോ? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ യാത്ര നടത്തിയ മുത്തുനബിയുടെ ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെയും കൊണ്ട് സിദ്റത്തുൽ മുൻതഹ എത്തുമ്പോൾ അതിലെ പല സ്വർണ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാ. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയല്ലോ. ആ യാത്രയെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ആ സ്ഥലം വരെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കടന്നുപോയി. എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണുകയാണ്, എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണുകയാണ്. അതാ വർണ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അതെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവസാനം ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അപ്പോഴതാ അതിൽ മുത്തിന്റെ ഒരു ഗോപുരം ഞാൻ കാണുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന മുത്തിന്റെ ഗോപുരങ്ങളാണ് ഞാൻ കണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്,
പറയുകയാണ്, തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, അങ്ങനെ ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോ ഒരു നദിയുടെ ചാരത്തുകൂടെ പോകുകയാണ്, ഒരു നദിയുടെ ചാരത്തുകൂടെ പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അരികിലൂടെ നദിയുടെ ചാരത്തുകൂടെ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോൾ മുത്തുകൾ തുരന്നുണ്ടാക്കിയ മാളികകൾ അതിന്റെ ചാരത്തുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ, ഏതാണ് ഈ നദി കാണുന്നത്? ഈ ഒഴുകുന്ന നദി ഏതാണ്? ഈ ഒറ്റമുത്തിന്റെ കൊട്ടാരങ്ങൾ പണിതു വെച്ചിരിക്കുന്നല്ലോ, ഇതിന്റെ ചാരത്തുകൂടെ ഒഴുകുന്ന നദി ഏതാ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അത് കൗസറാണ് നബിയേ. അത് കൗസർ എന്ന് പറയുന്ന നദിയാണ്. മുത്തുനബിയോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൗസർ എന്ന് പറയുന്ന നദി പ്രവാചകൻ സ്വർഗ്ഗത്തിൽ കാണുകയാണ്. ആ നദിയുടെ ചാരത്ത് ചെറിയ ചെറിയ ഒരു മുത്തുകൾ കൊണ്ട് പണിതിരിക്കുന്ന കൊട്ടാരങ്ങൾ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് ആ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട സംഭവങ്ങൾ വിവരിക്കുമ്പോ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ദഖൽതുൽ ജന്നത ഫൈദാ അന ബിഖസ്രിൻ മിൻ ദഹബി ഫഖുൽതു ലിമൻ ഹാദാ ഫഖാലു ലിറജുലിൻ മിൻ ഖുറൈസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ കടന്നു പോകുമ്പോ ഒരു മനോഹരമായ കൊട്ടാരം കാണുകയാണ്, ഒരു മനോഹരമായ കൊട്ടാരം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അവിടെ അത്ഭുതമായി, റസൂലുള്ളാഹി തങ്ങൾക്ക് അത്ഭുതമായി. കുറേ ദിവസം പ്രസംഗിക്കാതിരുന്നിട്ട് പ്രസംഗിച്ചപ്പോൾ തൊണ്ട തന്നെ വയ്യ. ഇനിയിപ്പോ ചുമയെന്ന് പറഞ്ഞ ആശുപത്രി പോകാനും പേടി, അതാവസ്ഥ. ഒരു ജലദോഷം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എന്തിനു പോകണമെങ്കിലും കോവിഡ് ടെസ്റ്റ് ചെയ്യാതെ അൽഹംദുലില്ലാ ചാകരയെന്ന് പറയുന്നത് ഇപ്പൊ ആശുപത്രിക്കാർക്ക് എന്തിനും ടെസ്റ്റ് തന്നെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയപ്പോ ഒരു മനോഹരമായ കൊട്ടാരം കണ്ടു. അള്ളാന്റെ റസൂലിന് വലിയ അത്ഭുതം, വലിയ ആ കൊട്ടാരത്തിന്റെ അകത്ത് കേറാൻ വരെ തോന്നിയെന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാ, ഈ വീട് ആർക്കുള്ളതാ? ഈ സ്വർഗത്തിൽ കാണുന്ന ഈ കൊട്ടാരം ആർക്കുള്ളതാ? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ആ സമയത്ത് അവിടെ നിൽക്കുന്നവർ പറഞ്ഞു കൊടുത്തു, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഖുൽതു ലിമൻ ഹാദാ ഫഖാലു ലിറജുലിൻ മിൻ ഖുറൈസ്. ഖുറൈശികളിൽപ്പെട്ട ഒരു മനുഷ്യനുള്ളതായത്, ഖുറൈശികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്ത് ചോദിച്ചു, ആർക്കാ നബിയെ? ആ ഖുറൈശികളിൽപ്പെട്ട ചെറുപ്പക്കാരനാരാണ്? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ കൊട്ടാരം പണിതിട്ടിരിക്കുന്ന മനുഷ്യനാരാ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, ഖത്താബിന്റെ മകന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടാണ്. മദീനത്തല്ല, മക്കത്തല്ല, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കണ്ടിട്ട് പ്രവാചകൻ പറയുന്നു, എനിക്ക് അതിനകത്ത് കേറണമെന്ന് തോന്നി. പക്ഷേ ഉമറിന് ഇഷ്ടപ്പെടില്ലല്ലോ. ഞാൻ എങ്ങാണ് കേറിയ ചിലപ്പോ ഉമറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ കേറിയില്ല എന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് കേറുന്നതിൽ എനിക്കെന്തോ പ്രയാസമാ നബിയേ, അങ്ങ് കേറുന്നതിന് ഉമറിനെന്തോ പ്രയാസമാ നബിയേ. അല്ലാഹുവേ, ഭൂമിയിലിരുന്നിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ കൊട്ടാരം പണിത സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
തആല അൻഹു പടച്ചവനെ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ ഇസ്മാഈൽ റളിയല്ലാഹു തആല അൻഹു ഖാല ഖുൽതു ലി അബ്ദില്ലാഹി ഇബ്നു അബിൽ ഔഫ് റളിയല്ലാഹു തആല അൻഹുമാ ബസറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജത ഖാല നഅം ബിബൈതിൻ മിൻ ഖസ്ബി എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ ഖദീജ ബീബിക്ക് സ്വർഗ്ഗത്തിന്റെ മുത്തുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഭവനം സ്വർഗ്ഗത്തിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് അതുപോലെ തന്നെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ 25 കൊല്ലം ജീവിച്ച ഖദീജ ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ആ പുഴകൾ ഒഴുകുന്ന ഭാഗത്ത് ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് പടച്ചവനെ മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരമുണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു എന്തിനാ കൊടുത്തത് ഖദീജ ബീവിക്ക് അല്ലാഹു അത് കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ 25 കൊല്ലം തന്നെക്കാളും വയസ്സ് കുറഞ്ഞ പ്രിയപ്പെട്ട മുത്തുനബി എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും തന്റെ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് സമ്മാനമായിട്ട് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു മുത്തിന്റെ കൊട്ടാരം സ്വർഗ്ഗത്തിലുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കുണ്ട് പല സ്വഹാബികൾക്കും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വീട് പണിതിട്ടിട്ടുണ്ട് അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരും സ്വർഗ്ഗത്തിൽ ഇങ്ങനെ വീട് പണിതിടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സ്വർഗ്ഗത്തിൽ ഒരു മാളിക ലഭിക്കുന്നതിന് വേണ്ടി ഒരു സത്യവിശ്വാസിയും ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ ഇത് പറഞ്ഞപ്പോ മൃതങ്ങൾ പണിതിട്ടിരിക്കുന്നു, ഖദീജ ബീവി പണിതിട്ടിരിക്കുന്നു, ഒരുപാട് സ്വഹാബികൾ സ്വർഗ്ഗത്തിൽ വീട് പണിതിട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്കൂടെ ഒരെണ്ണം പണിതിട്ടൂടെ? അതാ ഞാൻ ചോദിക്കണേ. ഞാൻ എന്തായാലും ഒരു വീട് പണി തുടങ്ങാൻ കാര്യമില്ല പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ വീട് പണിയാൻ കഴിയും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ലോകത്ത് വെച്ച് തന്നെ പരിശ്രമിക്കുകയാണെങ്കിൽ സ്വർഗ്ഗത്തിൽ നല്ല ഒരു വീട് ലഭിക്കുമെന്ന് അതിന് ചില വഴികളുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പത്തനാപുരത്ത് കിടക്കണ പത്തനാപുരത്ത് എടത്തറയിൽ കിടക്കുന്ന സിറാജിനും ചങ്ങനാശ്ശേരി കിടക്കണ പായിപ്പാട് കിടക്കണ നിങ്ങൾക്കും സ്വർഗ്ഗത്തിൽ വീട് പണിയാൻ പറ്റും. വേണമെങ്കിൽ പണിതിട്ടോ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ സ്വർഗ്ഗത്തിൽ വീട് പണിതൂടെ? കാരണം ഈ അടുത്ത് പത്രത്തിലുണ്ടായിരുന്നു, ഇങ്ങനെ ചാനലുകളൊക്കെ കാണിക്കുന്നുണ്ട്, ദുബൈയിലാണെങ്കിൽ വെള്ളത്തിനകത്ത് നിൽക്കുന്ന ഒരു വീട്, വെള്ളത്തിനകത്തുള്ളൊരു വീട് എത്രയോ കോടിക്കണക്കിന് രൂപയാണ്. ഉടച്ചവനെ ആലോചിക്കുക, വെള്ളത്തിനകത്ത് പൊങ്ങിക്കിടക്കുന്ന ഒരു വീട്. ഇന്ത്യയിലുള്ള ഏതൊരു സമ്പന്നനാണ് അത് മേടിച്ചത്, കോടികൾ കൊടുത്തിട്ട്. എന്റെ പ്രിയപ്പെട്ട അപ്പൊ കടലിലും കരക വീട് എവിടെല്ലാം പണിയുന്നു. ഇനിയിപ്പോ ചന്ദ്രനിൽ പോയി താമസിക്കാൻ വേണ്ടി സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ നോക്കുമ്പോ നമുക്ക് പിന്നെ അത്രയും പൈസ ഒന്നും ഇല്ലല്ലോ, നമ്മൾ പാവപ്പെട്ടവരല്ലേ. നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയാം. വീട് പണിയാൻ വല്ല വഴികളുണ്ടോ? ഉണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ വീടില്ല എന്ന് പ്രയാസപ്പെടുന്നവർ സ്വർഗ്ഗത്തിൽ വീട് പണിയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ചില നന്മകൾ ചെയ്താൽ സ്വർഗ്ഗത്തിൽ മലക്കുകൾ വീട് പണി തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് സ്വർഗ്ഗത്തിൽ വീട് പണിത് തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഉറഫാ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ.
അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വീട് പണിയാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്മാര് മുഴുവനും കിടക്കുന്ന സ്വർഗ്ഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കിടക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പടച്ചറപ്പ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയണോ? ഒരു മനുഷ്യന്റെ ആഗ്രഹമല്ലേ? ഒരു മനുഷ്യന്റെ ആഗ്രഹമല്ലേ? പടച്ചവനെ സ്വർഗ്ഗത്തിൽ വീട് പണിക, സ്വർഗ്ഗം കിട്ടുക എന്ന് പറയുന്നത്, ആ സ്വർഗ്ഗത്തിൽ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് എത്രയോ വലിയ മഹത്വമുള്ള കാര്യമാ. അതുകൊണ്ടാണ് നിങ്ങൾ ചരിത്രമെടുത്ത് നോക്ക്. ഫിർഔനിന്റെ ഭാര്യയായ മഹദി ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹാ ഫിർഔനിന്റെ ഭാര്യയായിരുന്നില്ലേ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയായിരുന്നില്ലേ? പടച്ചവനെ, ആ ഫിർഔനിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. അവന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ഒന്നിനും കുറവില്ലല്ലോ. അത്രയും വലിയ സുഖ ആഡംബരങ്ങൾക്ക് നടുവിൽ ജീവിച്ചിരുന്ന ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹാ അവസാനം ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കഴിഞ്ഞിരുന്ന ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ അല്ലാഹുവോട് ചോദിച്ചത് എന്തെന്നറിയോ? ബൈതം ഫിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിലൊരു വീട് വേണമല്ലാ, എനിക്ക് സ്വർഗ്ഗത്തിലൊരു വീട് വേണമല്ലാ. ആരാ ചോദിക്കുന്നത്? ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ പോലും അവിടെന്ന് ചോദിച്ചത് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, സ്വർഗ്ഗത്തിലൊരു വീട് പണിയാനുള്ള വഴി പറയുകയാണ്. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഉറഫാ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ. അല്ലാഹുവേ, തൗഹീദ് ഉൾക്കൊള്ളുകയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് കഴിയുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, സ്വർഗ്ഗത്തിലെ കൊട്ടാരം കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്താ? അല്ലാഹുവാണ് വലിയവനെന്ന് പറഞ്ഞാ പോരാ, അല്ലാഹ് എന്റെ റബ്ബാണെന്ന് പറഞ്ഞാ പോരാ, അല്ലാഹ് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞാ പോരാ, മുത്തുനബി എന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ പ്രവാചകൻ മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കുകയും എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന് കാണിച്ചു തന്നത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിനക്ക് വീടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സ്വർഗ്ഗത്തിൽ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗ്ഗത്തിന് വീട് പണിയാനുള്ള വഴി എന്തെന്നറിയുമോ? സാധാരണ വീടല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, നദികളുടെ ചാരത്ത്, നദികളുടെ ചാരത്ത്. അല്ലാഹുവിന്റെ റസൂല് സ്വർഗ്ഗത്തിലെ വീട് കണ്ടില്ലേ? ഹൗദുൽ കൗസർ കണ്ടില്ലേ? ആ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന നദിയുടെ ചാരത്ത് ചെറിയ ചെറിയ വീടുകള്. എടാ, നിനക്കും വേണോ? സ്വർഗ്ഗത്തിലെ വീട് പണിയണോ? അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അവർക്ക് നാം സ്വർഗ്ഗത്തിൽ ഉന്നത സൗധങ്ങളിൽ അവർക്ക് താമസ സൗകര്യം ഞാൻ ഒരുക്കി കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീനോട് പറയുകയാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക്, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്ക്, അല്ലാഹു പറയുന്നതനുസരിക്ക്. ഖുർആൻ
നിനക്ക് പറഞ്ഞു തരുന്നതനുസരിക്ക്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കരുത്, അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം മുറുകെ പിടിക്ക്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതം മുറുകെ പിടിക്കാൻ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തില് നമുക്കൊരു വീട് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിനെ വിശ്വസിക്കുകയും അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിൽ ഒരു വീട് കിട്ടും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ട്, പായിപ്പാട് പള്ളിയുടെ പണിക്ക് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് 1000ഉം 1500ഉം 10000ഉം തരുന്നവര് കേട്ടോ, രണ്ടാമത്തെ പണി എന്താ? അള്ളാന്റെ സ്വർഗ്ഗത്തിൽ വീട് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ ഒരു പള്ളി അല്ലാഹുവിന് വേണ്ടി നിർമ്മിച്ചാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ അതുപോലെ ഒരു വീട് നിർമ്മിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ആരെങ്കിലും ഒരു വീട് പണിതാൽ, ഒരു പള്ളി പണിതാൽ അതുപോലുള്ളത് തന്നെ അല്ലാഹു സ്വർഗ്ഗത്തിൽ അവന് പണിതു കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മറ്റൊരു ഹദീസ് കാണാം, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് കമഫ്ഹലി ഖത്ത. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്ഗറ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഒരാൾ, ഏത് പള്ളി നിങ്ങൾ കേൾക്കണം, സമാധാനത്തിൽ കേൾക്കണം, ഇത് ഈ സദക്ക തരുന്നവർക്ക് വേണ്ടി നിങ്ങൾ കേൾക്കണം, ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനോളം, ഒരു ചെറിയ കുരുവി, ചെറിയ കിളിയുണ്ടല്ലോ കുരുവിയല്ലേ ഇപ്പൊ ഏറ്റവും ചെറിയ കിളി, അത് അടയിരിക്കുന്ന കൂട് കണ്ടിട്ടുണ്ടോ? ചെറിയ കൂട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനോളമോ അതിനേക്കാളും ചെറുതോ. കേക്ക്, ഒരു പക്ഷി, ഇപ്പൊ റഫീഖിന്റെ കടയിലൊക്കെ കൂടില്ലടാ കിളിയുടെ അല്ലേ, ചെറിയ, അവനെ എന്റെ പ്രിയപ്പെട്ട, അത് പറയാൻ പാടില്ല, സത്യത്തിൽ അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. ഈ പറന്ന് നടക്കുന്ന ജീവികളെ പിടിച്ചു കൂടിനകത്തിടുന്ന മഹാന്മാരൊക്കെ കേൾക്കണം. പറന്ന് നടക്കുന്ന കിളികളെ പിടിച്ചു കൂടിനകത്തിടണം, അതിനെ ചാവുന്നത് വരെ കൂട്ടിനകത്തിട്ടേക്കുന്നു. ഗവൺമെന്റ് പറഞ്ഞ് 2 ദിവസം വീടിനകത്തിരിക്കണ, പുറത്തിറങ്ങണ്ട, പറ്റണില്ല അവനെ. മനസ്സിലാക്കുക. ലോക്ക്ഡൌൺ വന്നപ്പോ ഉറക്കണില്ല, വീട്ടിനകത്ത് ഇരുന്നിട്ട് ഇരിപ്പുറക്കണില്ല അല്ലേ, അത്രയും ബുദ്ധിമുട്ട് നമുക്ക്. അപ്പൊ പറന്നടക്കണ ഒരു കിളിയെ പിടിച്ചിട്ട് കൂട്ടിനകത്തിടുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് ചില കിളികളെ തുറന്നു വിടാൻ പാടില്ലാത്തത് കൊണ്ട് അല്ലേ? ചില കിളികളുണ്ട് ആഡംബരമായി കൂടിനകത്ത് വളർത്തുന്ന ചില കിളികളുണ്ട്, അതിനെ ഇപ്പൊ പിടിച്ച് പുറത്തിട്ട് കഴിഞ്ഞാൽ കാക്ക കുത്തുന്നുണ്ടില്ലേ? അങ്ങനെയുണ്ട്. പള്ളിയുടെ മുറ്റത്ത് കിടന്ന അണ്ണാനിപ്പോ വീടിനകത്ത് തോളിലത്തായിരിക്കണേ. നാസ്രനെ നോക്കുമ്പോ തോളിൽ ഒരു അണ്ണാനെ വെച്ചിട്ട് കിടക്കാം. ഇവിടെ എങ്ങാണ്ട് റോഡിൽ കിടന്നതാ. അൽഹംദുലില്ലാ. എന്നാലും ചങ്ങാതി തുറന്നു വിടും, ഓടിച്ചാടി നടക്കും, തിരിച്ചു വരും. എന്റെ പ്രിയപ്പെട്ടവർ, ഇപ്പൊ എല്ലാം പൂച്ചയുടെ പുറകില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ പൂച്ചയുടെ ട്രെൻഡാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? എന്റെ വയല് ലൈവ് കേൾക്കണവരൊക്കെ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. പൂച്ചയുടെ ഭക്ഷണം കൊണ്ടുവരുന്ന കിറ്റുണ്ടല്ലോ, പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണ കിറ്റിന്റെ മൂടി എഴുതി വെച്ചിട്ടുണ്ട് ഹലാലെന്ന്. ഇല്ലടാ, പറയടാ ചങ്ങാതി,
പൂച്ചയുടെ ഭക്ഷണം പൂച്ചയ്ക്ക് കൊടുക്കണം നമ്മൾ പോലുള്ള ഫുഡൊന്നുമല്ല. ആ പൂച്ചയുടെ ഫുഡിന്റെ കവറിന്റെ മുകളിൽ ഹലാൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട എന്താ, ഏറ്റവും കൂടുതൽ പൂച്ചയെ വളർത്തുന്ന ആരാ? മുസ്ലിമീങ്ങളാ. അതും 10,000, 15,000, 20,000 അതോ തോളത്ത് വെച്ചോണ്ടാ നടക്കണം. പൊടിക്കുഞ്ഞിനെ എടുക്കൂല പാവം. പടച്ചവനെ സ്വന്തം മക്കളെ എടുക്കൂല. പൂച്ചയെ പൂടെ പിടിച്ചൊരു പൂച്ചയെടുത്ത് തോളത്ത് വെച്ചിട്ട് പാവന്റെ മുഖം കൊണ്ടൊക്കണം. അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവർ. വീട്ടിലെ പൂച്ച നമ്മുടെയൊക്കെ വാപ്പായ ഉമ്മാങ്ങൻ ഉണ്ടായിരുന്നെങ്കിൽ മടല് വെട്ടിയിട്ട് തല്ലിയനെ. പണ്ട് എവന്റെ വീട്ടിലാടാ പൂച്ചല്ല ഇരിക്കണം. ഞാൻ വീട്ടിൽ പൂച്ച വളർത്തുന്ന ഓരോ മനുഷ്യരോട് ഉസ്താദേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂച്ച ഇഷ്ടമായിരുന്നു, പക്ഷെ വളർത്തിയിട്ടുണ്ടാ? പൂച്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ നടക്കും. വീട്ടിൽ വന്ന് ആട്ടി ഓടിക്കരുത്. അതിന് കഴിക്കാൻ ആഹാരം കൊടുക്കണം. ആട്ടി ഓടിക്കലല്ല, അതിനെ ഉപദ്രവിക്കലല്ല. എത്രയോ നാടൻ പൂച്ച കിടക്കണം, വളർത്താറുണ്ടേ. നാടൻ കോഴിക്കല്ലേ വില, നാടനല്ലേ വില. എത്രയോ പൂച്ച. പടച്ചോനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഓരോ പ്രസവത്തിൽ 2-3 എണ്ണത്തിനെ പോയി തിരിയും കുഞ്ഞു പൂച്ച. ആരാപ്പ എടുത്ത് വളർത്തണം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പടച്ചവനെ വീടിനകത്തൊക്കെ വലിയ 20,000 എടുത്ത് എവിടെ പോയപ്പോ കൂട്ടിന്റെ അകത്ത് ഫാൻ വെച്ചിരിക്കാം. പൂച്ചയ്ക്ക് ചൂട് പറ്റത്തില്ല. ഫാൻ ആ പൂച്ചയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ആ പൂച്ചയായിട്ട്. കാരണം പടച്ചോ, ഞാൻ കണ്ടത് എന്റെ കണ്ണുകൊണ്ട് അത്ഭുതത്തോടെ. ഒരു ഫാൻ, ഇതുപോലത്തെ ഒരു ഫാൻ വെച്ചിരിക്കുക. പൂച്ചയ്ക്ക് ചൂടടിക്കാൻ പാടില്ല. സ്വന്തം മക്കൾക്കുണ്ട്, അവന്റെ വാപ്പായ്ക്കുള്ള വെള്ളം കൊടുക്കാത്തവനാ പൂച്ചയ്ക്ക് ചൂടടിച്ചു കൊടുക്കാൻ. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്ത് പൂച്ചയെ കയറ്റി വളർത്തുന്ന ഒരുപാട് പേര്. അതിനൊക്കെ നിയമങ്ങൾ ഇപ്പൊ നമ്മൾ തന്നെ പഠിച്ചു വെച്ചിരിക്കാം. മുസ്ലിമീങ്ങളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. മറ്റുള്ളവർ പട്ടിയെ വളർത്തുന്നു, നമ്മൾ പൂച്ചയെ വളർത്തുന്നു. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് പറഞ്ഞപ്പോഴാ അപ്പൊ അത് പോയെ? അൻസാരി തന്നെ നോക്കണേ. വീട്ടിൽ പൂച്ചയുണ്ടോ? അൻസാരിയാണെന്റെ അത്ത ഉണ്ടായിരുന്നെങ്കിൽ ഇതിലേക്കൂടെ ഓടുന്ന അണ്ണൻ എന്നെ അറിയത്തില്ല. എന്നാ ചിന്തിച്ചു നോക്ക്. എടാ, ഈ പൂച്ചയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കും, ഒരു കൂർക്കമ്പലിയേക്കും. നമ്മുടെ കൂടെ ഇവിടെ കിടക്കത്തുള്ളൂ പൂച്ച. പടച്ചോനെ തല്ലും നമ്മുടെ ഉപ്പമാർ വീടിനകത്ത് കയറ്റിയ. ഇപ്പത്തെ പറയും ഉസ്താദെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടല്ലോ. പൂച്ചയ്ക്ക് ഇഞ്ചക്ഷനായി. അല്ലാഹു അലം. അണ്ണൻ ചിന്തിക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനൊന്നും പറയണില്ല, കാരണം ഇത് ലൈവായി പോകുന്നത് കൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ എടുത്തിട്ട് നമുക്കിട്ട് പൊങ്കാലേ. അതപ്പത്തെ പ്രശ്നം. അത് പിടിച്ചിട്ട വേറൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്തപ്പോ പറഞ്ഞേ? കുരുവി, ചെറിയ കിളി. അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, കോടിക്കണക്കിന് രൂപയുടെ പള്ളിയൊന്നും അല്ലട്ട പറഞ്ഞേ. ഇവിടെ ഒരു ചെറിയ പക്ഷി അടയിരിക്കുന്ന ഒരു കൂട്, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുത്. നിങ്ങൾ ചിന്തിച്ചു, അതിനേക്കാളും ചെറുത് ചിന്തിക്കും. ഒരു കുരുവിയുടെ കൂട് എത്ര വലുതായിരിക്കും നമ്മൾ ചിന്തിക്കുക. അതോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതോ ആയ ഒരു പള്ളി അള്ളാഹുവിന് വേണ്ടി നിർമ്മിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുന്നതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു കുരുവിയുടെ കൂടെന്ന് പറഞ്ഞാൽ ഒരല്പം, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതാണ് വെക്കുന്നതെങ്കിൽ പോലും സ്വർഗത്തിൽ കിട്ടുമെന്നല്ലേ. അപ്പൊ അൽഹംദുലില്ലാഹ്, ഇത്രയും വലിയ പള്ളിക്ക് 1500 സ്ക്വയർ ഫീറ്റ് കൂടിയാലും നമുക്ക് സ്വർഗത്തിൽ പോവാം. ഒരു ചെറുതാണെങ്കിൽ പോലും അൽഹംദുലില്ലാഹ്, ഇത്രയും വലിയൊരു പള്ളി നമുക്ക് ഒറ്റയ്ക്ക് വെച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെറുതാണെങ്കിലും ഈ ലൈവ് കേൾക്കുന്ന ഓരോ മനുഷ്യരും കേൾക്കേണ്ടത്, നിങ്ങൾ കൊടുക്കുന്നത് 1500 രൂപയായിരിക്കാം, ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസയായിരിക്കാം, ഒരു ഗ്രാമിന്റെ പൈസയായിരിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ സ്വർഗത്തിലൊരു വീടാ, അള്ളാന്റെ സ്വർഗത്തിലൊരു വീടാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നബിയുടെ പള്ളിയുടെ പരിഷ്കരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവി ഉണ്ടല്ലോ, അതിങ്ങനെ പടച്ചവനെ ഒന്ന് വിശാലമാക്കുന്ന സന്ദർഭത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ സന്ദർഭത്തിൽ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ അതുപോലെയുള്ള ഒരു ഭവനം സ്വർഗത്തിൽ അള്ളാഹുവിനെ നിർമ്മിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒറ്റയ്ക്കൊരു പള്ളി നിർമ്മിക്കാൻ ശേഷിയില്ലാത്തവർ മറ്റുള്ളവരോടൊപ്പം അതിൽ പങ്കാളികളാവുന്നതിലൂടെ നമുക്കും അവർക്കും ആ പ്രതിഫലം കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ. സ്വന്തമായിട്ടൊരു പള്ളി കെട്ടിക്കൊടുക്കുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് മാത്രമല്ല, പടച്ചവനെ അതാ പലതുള്ളി പെരുവെള്ളമാണല്ലോ. എല്ലാവരും പടച്ചവനെ ഒരു പള്ളിയുടെ പണി നടക്കുമ്പോ നാട്ടുകാരും പ്രവാസികളും വീട്ടുകാരും എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ ഒറ്റയ്ക്ക് പണിത് കൊടുക്കുന്നവന് മാത്രമല്ല, ഈ പായിപ്പാട് പള്ളി ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത, ഈ നാട് എവിടെയാണെന്ന് പോലും അറിയാത്ത എത്രയോ പേര് പടച്ചവരെ കേരളത്തിൽ നിന്ന് കർണാടകയിൽ നിന്ന് പ്രവാസ ലോകത്തിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ പള്ളികളുടെ നിർമ്മാണത്തിന് വേണ്ടി സദഖ കൊടുക്കുന്ന മുസ്ലിമേ, നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയുമോ? നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു വീടാ, അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു വീടാ. ദുനിയാവിലിരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെ വീട് പണിയാറുള്ള ഭാഗ്യമാ പായിപ്പാട് പള്ളിക്ക് വേണ്ടി തരുന്നവരെ, അല്ലാഹുവേ ഈ പള്ളി നിന്നെ മറക്കൂല, ഈ പള്ളി ഒരിക്കലും നിന്നെ മറക്കൂല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാണ്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പടച്ചവന് ഈ പള്ളിക്ക് വേണ്ടി തരുന്നുണ്ടല്ലോ. രോഗം പിടിച്ച് കിടക്കുന്നവർ, ജോലിയില്ലാത്തവർ പടച്ചവനെ തന്റെ ജോലിയിൽ ആദ്യമായിട്ട് കിട്ടിയ ശമ്പളം തരുന്നവരുണ്ടല്ലോ. എന്തേ പ്രതിഫലമെന്നറിയുവോ? ആരു മറന്നാലും പള്ളി മറക്കൂല, ആരു മറന്നാലും പള്ളി മറക്കൂല. ദുനിയാവിലെ പള്ളികൾ മുഴുവനും സ്വർഗത്തിലാ, ദുനിയാവിലെ പള്ളികൾ മുഴുവനും സ്വർഗത്തിലാ. പള്ളി ഒറ്റയ്ക്കല്ല പോകുന്നത്, പള്ളി ഒറ്റയ്ക്കല്ല പോകുന്നത്. 5 വിഭാഗം പള്ളിക്കകത്തിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉളുഹിയ മൃഗത്തെ വാങ്ങുന്ന എന്തിനാ? സ്വർഗത്തിൽ പോകാനുള്ള വാഹനം അല്ലേ? എങ്കിൽ പായിപ്പാട് പള്ളിക്ക് വേണ്ടി പൈസ കൊടുത്തവരെ, നിങ്ങളെ കൊണ്ടുപോകാൻ ഈ പള്ളി ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ടാണ് കൊടുത്തതെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനകത്തിരുന്ന് പോകാം. അല്ല, നാട്ടുകാർ കാണാനാണെങ്കിൽ അതിന്റെ കാര്യത്തിൽ എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളി 5 വിഭാഗത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു ആ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. ആരെയൊക്കെയാ കൊണ്ടുപോണേ? പറമനുഷ്യന്മാരെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ആരെയൊക്കെയാ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് ഇലക്ഷൻ വരട്ടെ പറയാം. സമയമുണ്ടല്ലോ, സമയമുണ്ടല്ലോ. ഇലക്ഷനൊക്കെ വരുമല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് പാറാകട്ടെ. എന്തോ ഷോക്കണ്ടേ? പള്ളിക്ക് വേണ്ടി ആരെല്ലാം സഹായം കൊടുത്തിട്ടുണ്ടോ അവരെയൊക്കെ പള്ളി കൊണ്ടുപോകും. ബാക്കി 4 വിഭാഗം പിന്നെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പള്ളി നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ് ഏറ്റവും ജാരിയായ സദഖേത ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണ്ട എന്നല്ല, പക്ഷെ ജാരിയായ സദഖ, അതാണ് ബുദ്ധി. ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി കൊടുത്താൽ ആ കഴിച്ചു കഴിഞ്ഞു. അല്ലെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിത്യമായിട്ട് കിട്ടും. ഈ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം നമുക്ക് കൊടുത്തവർക്ക് പ്രതിഫലമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഈ അറബികളൊക്കെ പള്ളി കെട്ടിക്കൊടുക്കാൻ നടക്കണേ. അറബികൾ പള്ളി ഇവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നവരുണ്ട് അറബികളൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഞാനും ഒരു നന്മ ചെയ്തിട്ടുണ്ട്, എന്താന്ന് ഞാൻ പറയണില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കാരണം അവനവന് പോണെങ്കിൽ എന്തെങ്കിലും ചെയ്തു വെക്കണം കേട്ടോ. നമ്മുടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കൊക്കെ നമ്മൾ ചെയ്യുന്ന അമല് കൊണ്ട് സ്വർഗത്തിൽ എന്തായാലും പോവില്ല.
ഒരിക്കലില്ല. അപ്പൊ പിന്നെ പോകാൻ വല്ല ഇങ്ങനത്തെ വല്ല വഴി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെയ്യാം. അൽഹംദുലില്ലാഹ്. അള്ളാഹു എനിക്കൊരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അതിനെല്ലാം എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു അത് ഖൈറിലാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ വീട് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ആര് പള്ളി പണിയുന്നുണ്ടോ ആ പള്ളി പണിയുന്നവന് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായിട്ട് പ്രവാചകൻ പറയുകയാ, 12 റക്അത്ത് റവാത്തിബ് നമസ്കാരം നിർവഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗ്ഗത്തിൽ വീട് കിട്ടാനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുമോ? 12 റക്അത്ത് റവാത്തിബ് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 5 വഖത്ത് ഫർള് നമസ്കാരത്തിനോടനുബന്ധിച്ച് ഏതാനും സുന്നത്ത് നമസ്കാരങ്ങളുണ്ടല്ലോ, റവാത്തിബ് നമസ്കാരങ്ങളുണ്ടല്ലോ. ആ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു വീടാ. حبيبا رضي الله تعالى عنها سمعت رسول الله صلى الله عليه وسلم يقول من صلى 12 ركعة في يوم وليلة بني له بهن بيتا في الجنة. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹാ മഹദി അവിടെന്ന് പറയുകയാണ്, ഒരു ദിവസം ആരെങ്കിലും ഫർള് നമസ്കാരത്തിന് പുറമേ 12 റക്അത്ത് നമസ്കരിക്കുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിൽ അല്ലാഹു അവനൊരു ഭവനം ഒരുക്കുന്നതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 12 റക്അത്ത് സുന്നത്ത് റവാത്തിബ് നമസ്കാരം, 12 റക്അത്ത് ആ സുന്നത്ത് നമസ്കാരം ആര് എല്ലാ ദിവസവും നിസ്കരിക്കുന്നുണ്ടോ അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭവനം ഒരുക്കി തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതാ 12 റക്അത്ത്? ഏതാ ഈ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം? പരമനുഷ്യന്മാരെ ഫർള് നിസ്കരിക്കണില്ല, ഇനിയാ ഉസ്താദ് സുന്നത്ത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ സാബറ അലാ 12 റക്അത്തൻ മിൻ സുന്നതി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന 4 റക്അത്തിൻ ഖബല അൽ-ളുഹരി. കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 4 റക്അത്തിൻ ഖബല അൽ-ളുഹരി വ റക്അത്തൈനി ബഅദഹാ വ റക്അത്തൈനി ബഅദ അൽ-മഗ്രിബി വ റക്അത്തൈനി ബഅദ അൽ-ഇശാ വ റക്അത്തൈനി ഖബല അൽ-ഫജ്ർ. ഖാല നബിയുനാ റസൂലുള്ളാഹി. ഏതാണ് 12 റക്അത്ത് നിസ്കാരം? ഏതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സ്ഥിരമായി 12 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് നൽകും. ഏതാണ് ഈ 12 റക്അത്ത് നിസ്കാരം? ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്. ളുഹറിന്റെ ഫർളിന് മുമ്പ് നിസ്കരിക്കുന്ന 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത്. നമ്മളൊക്കെ പിന്നെ ശേഷം 4 നിസ്കരിക്കുന്നവരുണ്ട്. മദ്ഹബുകൾ ഇപ്പൊ ഇല്ല എന്നല്ല, നമ്മുടെ ശരിക്കണ്ട എന്താ? ളുഹറിന് മുമ്പ് 4, ളുഹറിന്റെ ഫർളിന് ശേഷം 2. നമ്മള് നേരെ തിരിച്ചു. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. നിസ്കാരം സുന്നത്ത് എണ്ണം നോക്കിയാൽ മാത്രം മതി. നേരെ തിരിച്ചും ഹദീസുണ്ട്, 2 ഹദീസുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ളുഹറിന് ഫർളിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന്റെ ഫർളിന് ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്. അല്ലേ? മഗ്രിബിന്റെ ഫർള് നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ഇശായിക്ക് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്. ഈ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം എല്ലാ ദിവസവും നിസ്കരിക്കോ? എവിടെ കിട്ടും കൊട്ടാരം? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇപ്പൊ സുന്നത്തൊക്കെ ഇപ്പൊ ആർക്കാ ഇപ്പൊ ഓടി വരുക? ഫർദ് നിസ്കരിക്കോ? ഓടുക. ഇപ്പൊ ഫർദും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് സുന്നത്ത് നിസ്കാരത്തിന്റെ മഹത്വം. മഹദിയായ ഉമ്മു ഹബീബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു,
ഇത് കേട്ടത് മുതൽ ഞാൻ അവ ഒഴിവാക്കിയിട്ടില്ല മരിക്കുന്ന കാലം വരെ. മഹദി അവിടെ നിന്ന് പറയുന്നു, ഇത് ഞാൻ കേട്ടതിന് ശേഷം ഞാൻ എന്റെ ഈ നിസ്കാരം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. മഹദി അവിടെ നിന്ന് പറയുന്നു, അംർ ഇബ്നുൽ ഔസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇത് കേട്ടതിന് ശേഷം പടച്ചവനെ ഒരിക്കൽ പോലും ആ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അവിടെ നിന്ന് പടച്ചവനെ നുഅ്മാൻ ഇബ്നു സാലിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇത് കേട്ടതിന് ശേഷം മരിക്കുവോളം ഈ 12 റക്അത്ത് നമസ്കാരം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ വീട് പണിയാൻ കഴിയുന്ന കാര്യമാ, സ്വർഗത്തിൽ വീട് പണിയാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം, അല്ലാഹുവേ ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ഫർളിന് ശേഷം 2 റക്അത്ത്, മഗ്രിബിന്റെ ഫർളിന് ശേഷം 2 റക്അത്ത്, ഇശാഇന്റെ ഫർളിന് ശേഷം 2 റക്അത്ത്, സുബ്ഹിയുടെ ഫർളിന് മുമ്പ് 2 റക്അത്ത്. ഈ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം ആര് ജീവിതത്തിൽ നിത്യമാക്കുന്നുണ്ടോ അവനെ സ്വർഗത്തിൽ അല്ലാഹു കൊട്ടാരം പണിതു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 4ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഓരോ നമസ്കാരത്തിന് നിൽക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് നേരെ തിരിഞ്ഞു നിന്നിട്ട്, നിങ്ങൾ സഫുകൾ നേരെയാക്കണേ, നിങ്ങൾ സഫുകൾ നേരെയാക്കണേ. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, നമസ്കാരത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുമ്പോ സഫുകൾക്കിടയിലെ വിടവ് നികത്തിയാൽ നമസ്കരിക്കുന്ന സമയത്ത്, അതാ നമസ്കരിക്കുന്ന സമയത്ത് സഫുകൾക്കിടയിൽ പടച്ചവനെ 2 പേരുടെ ഇടയില് ഒരൽപ്പ സ്ഥലമുണ്ടെങ്കിൽ ആ വിടവുകൾ നീ നികത്തണം. നീ അവിടെ കയറി നിന്ന് നിസ്കരിക്ക്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു വീടാ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വു സുഫൂഫകും ഫഇന്ന തസ്വിയത സ്വഫി മിന തമാമി സ്വലാത്ത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുമായിരുന്നു, സഫുകൾ ശരിയാക്കണേ, സഫുകൾ ശരിയാക്കൽ നമസ്കാരത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലല്ലദീന യസിലൂന സുഫൂഫ വമൻ സദ്ദ ഫുർജത റഫഅഹു അല്ലാഹു ബിഹാദ ദറജാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമസ്കരിക്കുന്ന സമയത്ത് സഫുകൾക്കിടയിൽ വിടവ് കണ്ടാൽ ആ വിടവ് കയറി നികത്തണം, ആ വിടവ് കയറി നികത്തണം. അങ്ങനെ കയറി നിൽക്കുന്നവന് സ്വർഗത്തിൽ അല്ലാഹു ഒരു ഭവനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ പിന്നെ വിടവൊക്കെ ഉണ്ട്, ഇപ്പൊ പിന്നെ വിടവല്ലേ പറ്റൂ. നമസ്കരിക്കുന്ന സമയത്ത് വിടവുകൾ തന്നെ. പക്ഷെ ആ വിടവുകൾ ഇങ്ങനെ നിയമങ്ങൾ പറയുന്നുണ്ടെങ്കിലും ബസ്സിനകത്ത് ആ വിടവ് കാണാറില്ല, ബസ്സിനകത്ത് കാണാറില്ല, മാർക്കറ്റുകളിൽ കാണാറില്ല, കല്യാണ വീടുകളിൽ കാണാറില്ല. പള്ളിക്കകത്ത് വലിയ വിടവ, 6 അടിയാണ് ഇപ്പം വിടവ്. ഖബറിന്റെ ചിന്ത വരാൻ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്, ആരെങ്കിലും നമസ്കാരത്തിൽ സഫുകൾക്കിടയിലെ വിടവ് നികത്തിയാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് പണിയുകയും അവിടെ അവന്റെ പദവി ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന സഫിലെ വിടവ് മാറ്റിയാൽ ആ വിടവുള്ള സ്ഥലത്തേക്ക് ചിലരണങ്ങിക്കൂല. അതങ്ങനെ ഫാനിന്റെ ചുവട്ടിലേ നിൽക്കത്തുള്ളൂ ചിലര്. മുമ്പത്തെ സഫി സ്ഥലമുണ്ടെങ്കിലും പലര് ഫാനിന്റെ ചുവട്ടിൽ തന്നെ നിൽക്കത്തുള്ളൂ, ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കും. അവിടെ 2 പേർക്ക് നിൽക്കാമെങ്കിലും നിൽക്കൂല. അങ്ങനെ ചില ആൾക്കാർ. മറ്റു ചിലരാണെങ്കിൽ അവർക്ക് പെർമനന്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവരവിടെ തന്നെ ഇരിക്കും. അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഫുകളുടെ വിടവുകൾ വീട്ടിയാൽ ആ വിടവുള്ള സ്ഥലത്ത് കയറി നിന്ന് നിസ്കരിച്ചാൽ
സ്വർഗത്തിൽ ഒരു വീടും കിട്ടും, അള്ളാഹു നിന്റെ പദവി ഉയർത്തി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന എളുപ്പവഴി അള്ളാഹുവിന്റെ സ്വർഗം, ആ സ്വർഗത്തിൽ ഒരു വീട് കിട്ടാനുള്ള എളുപ്പവഴി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സഫുകളെ നേരെയാക്കുവിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, അഖീമൂ സുഫൂഫകും ഫഇന്നി അറാകും മിൻ വറാഇൽ ലഹരി. നിങ്ങൾ സഫുകളെ നേരെയാക്കുവൻ, എന്റെ മുതുകിന്റെ പിന്നിലൂടെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ വീട് പണിയാൻ കിട്ടുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമസ്കരിക്കുന്ന സമയത്ത് സഫുകൾക്കിടയിൽ വിടവ് കണ്ടാൽ ആ വിടവിൽ കയറി നിൽക്കുന്നവന് കൊടുക്കുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു വീടാ, അവിടെ ഒരു ഉയർന്ന പദവിയാ. അഞ്ചാമത്തെ കാര്യം കേൾക്കണോ? സ്വർഗം വേണോ? സ്വർഗത്തിൽ താമസിക്കാൻ ഒരു വീട് വേണോ? സാലിം ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഉംർ റളിയല്ലാഹു തആല അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ഫീ സൂഖി. റസൂലുള്ളാഹി തങ്ങൾ പറയാ, അൻസാരിയൊക്കെ കേൾക്കണം, നിങ്ങളൊക്കെ കേൾക്കണം ഇൻഷാ അല്ലാഹ്. കച്ചവടക്കാരൊക്കെ കേട്ടോ, നാസർ അണ്ണനും എല്ലാ അണ്ണന്മാരൊക്കെ കേട്ടോ, ഷാബണ്ണൻ കേക്ക്, ചെരിപ്പ് മുതലാളി കേൾക്കണം ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ഈ ദുആ പറഞ്ഞാൽ അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അങ്ങാടിയിൽ പോകുമ്പോ, കടയിൽ പോകുമ്പോഴ കടകളിലൊക്കെ പോകുമ്പോ, അങ്ങാടിയിൽ പോകുമ്പോ, മാർക്കറ്റിൽ പോകുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ കതബല്ലാഹു ലഹു അൽഫ ഹസനത്തിൻ വമഹാ അൻഹു അൽഫ സയ്യിഅത്തിൻ വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന. ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ഇപ്രകാരം ചൊല്ലിയാൽ അയാൾക്ക് 1000 നന്മകൾ വീതം രേഖപ്പെടുത്തുകയും അയാളുടെ 1000 തിന്മകൾ മായ്ക്കപ്പെടുകയും അയാളുടെ പദവികൾ 1000 ഉയർത്തപ്പെടുകയും അയാൾക്ക് സ്വർഗത്തിലൊരു വീട് ഉണ്ടാക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദുആ പറഞ്ഞാൽ അങ്ങാടിയിലേക്ക് പോകുമ്പോ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് പോകുമ്പോ, കച്ചവടത്തിന് വേണ്ടി കടയിലേക്ക് പോകുമ്പോ ഒരു ദുആ പറഞ്ഞാൽ 1000 പാപം പൊറുക്കുകയാ, 1000 പാപം പൊറുക്കുകയാ, 1000 നന്മ ലഭിക്കുകയാ, 1000 പദവി ഉയർത്തുകയാ, സ്വർഗത്തിലൊരു വീട് പണിയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പ്രതിഫലമാണ് ഒരു ദുആ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദുആ പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം 5 എണ്ണമാ. 1000 പാപം പൊറുക്കുകയാണ്, 1000 നന്മ എഴുതുകയാണ്, 1000 പദവികൾ ഉയർത്തുകയാണ്. അല്ലാഹ് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലൊരു ഭവനമാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, സ്വർഗത്തിലെ വീട് പണിയാൻ കഴിയുന്ന എളുപ്പ വഴിയല്ലേ? ഇതൊക്കെ കഷ്ടപ്പാടില്ലാത്തതല്ലേ? ഇതൊക്കെ നിസാരമല്ലേ? ഈ ഒരു ദുആ നമുക്ക് പഠിച്ചുകൊണ്ട് പറയാൻ കഴിഞ്ഞാൽ
ഈ ഒരു ദുആ എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ കഴിഞ്ഞാൽ 1000 നന്മ, 1000 പാപം പൊറുക്കും, 1000 നന്മ കിട്ടും, 1000 പദവികൾ അല്ലാഹു ഉയർത്തും, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു വീട് ലഭിക്കും ഒരു ദുആ ചെയ്യാൻ. നമ്മൾ വിചാരിക്കും സിറാജ് ഉസ്താദെ ഇത്ര എളുപ്പമാണോ, ഇത്ര എളുപ്പമാണോ? ചിലര് പറയും ഇത്രയും വലിയ ഒരു ദുആ കാണാൻ പഠിക്കാനായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ 10ാം ക്ലാസ്സിൽ ജയിച്ചേരേന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം ഇത്രയും വലിയൊരു ദുആ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, ഈ ദുആ കാണാതെ പഠിച്ചു വെച്ചാലും ചിലപ്പോ പുറത്തു പോകുമ്പോ പറയാറില്ല നമ്മളാരും. അതാ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ദുആ പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടുമോ? എന്റെ പൊന്നാര ശിഹാബക്ക, നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ എത്ര വട്ടം പറയും? ചാടി ഇറങ്ങി താക്കോലും എടുത്തോട്ട് വണ്ടി എടുത്തിട്ട് പായിനിടയിൽ എന്ത് ദുആ, എന്ത് ദുആ? എന്റെ പ്രിയപ്പെട്ടവർ, അതാ ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ കേൾക്കുമ്പോ എളുപ്പമാ, പക്ഷെ ഒന്ന് ചെയ്തു നോക്കിക്കേ, ഒന്ന് ചെയ്തു നോക്കിക്കേ. മുതലാളിമാരൊക്കെ അങ്ങോട്ട് ചെയ്തു നോക്ക. കടയിലൊക്കെ പോകുമ്പോ പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും മില്ലിലും പോകുമ്പോഴും പറയാങ്ങാതി ഇതൊക്കെ അങ്ങോട്ട് പോണ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ആ വീട് കിട്ടുന്നത്, അല്ലാതെ പായിപ്പാട് ടൗണിലല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ 5ാമത്തെ കാര്യം, നിങ്ങൾ അങ്ങാടിയിൽ പോകുമ്പോൾ ഒരു ദുആ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 6ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇദാ ആദർ റജുലു അഖാ ഖാല അല്ലാഹു ലഹു തീബൽ ത്വാബ ബിമശാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ തന്റെ സഹോദരന് രോഗാവസ്ഥയിൽ സന്ദർശനം നടത്തി, അല്ലെങ്കിൽ ഇസ്ലാമിക ആദർശത്തിന്റെ പേരിൽ ഒരു സൗഹൃദ സന്ദർശനം നടത്തി, അയാളോട് അല്ലാഹു പറയും, നീ നല്ലത് ചെയ്തു, നീ നിന്റെ നടത്തം നന്നാക്കി, അതുകൊണ്ട് സ്വർഗത്തിൽ നിനക്കൊരു വീട് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ വീട് കിട്ടാനുള്ള 6ാമത്തെ വഴി എന്തെന്നറിയുമോ? രോഗം പിടിച്ച് കിടക്കുന്ന നിന്റെ കുടുംബത്തിൽ, നിന്റെ മാതാപിതാക്കളുടെ കുടുംബത്തിൽ എത്രയോ പേര് രോഗം പിടിച്ച് കിടക്കുന്നുണ്ട്. ആ രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യനെ കാണാൻ പോയാ, ആ രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യനെ ഒന്ന് സന്ദർശിക്കാൻ പോയാൽ, രോഗസന്ദർശത്തിന് പോയാൽ, ഇനി അതിനല്ല നിന്റെ ഒരു കൂട്ടുകാരൻ, മുസ്ലിമായ ഒരു കൂട്ടുകാരൻ സ്നേഹബന്ധം പുതുക്കുവാൻ സൗഹാർദ്ദത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ പോയാ അല്ലാഹുവേ, നിനക്ക് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ രോഗികളെ പോയി കാണണേ, രോഗസന്ദർശനം നടത്തണേ, രോഗസന്ദർശനം നടത്തണേ. ഒരുപാട് ബന്ധുക്കളുണ്ടല്ലോ, ഒരുപാട് കുടുംബക്കാരുണ്ടല്ലോ, ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. പള്ളിയിൽ 5 നേരം നിസ്കരിക്കാൻ വരുന്നവനെ കാണുന്നില്ല. ഒന്ന് വീട്ടിൽ പോയി നിനക്കൊന്ന് സന്ദർശിച്ചുകൂടെ? പോയി കാണുന്നതിലൂടെ സ്വർഗത്തിലൊരു കൊട്ടാരം അല്ലാഹു നിനക്ക് പണിതു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എത്ര എളുപ്പമുള്ള കാര്യമാണ് പടച്ചറപ്പിന്റെ സ്വർഗത്തിലൊരു കൊട്ടാരം പണിയാ. നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടന്ന് താമസിക്കാൻ ഒരു വീട് പണിത് ദുനിയാവിൽ തന്നെ ഇട്ടുകൂടെ? ഈ ദുനിയാവിൽ ഇരുന്നു കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു വീട് പണിതുകൂടെ? അതിനുള്ള എളുപ്പ വഴിയല്ലേ, അതിനുള്ള എളുപ്പ വഴിയല്ലേ. 7ാമത്തെ കാര്യം എന്തെന്നറിയുമോ?
ഏഴാമത്തെ കാര്യമെന്താ? അള്ളാന്റെ റസൂല് പറയുകയാ, ഭക്ഷണം ദാനം ചെയ്താൽ, ഭക്ഷണം ദാനം ചെയ്താൽ അല്ലാഹുവേ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാവപ്പെട്ടവരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആണ്, മാസങ്ങളായി കട തുറന്നിട്ടില്ല, മാസങ്ങളായി ജോലിയില്ല, പടച്ചവനെ വെളിയിലിറങ്ങാൻ കഴിയുന്നില്ല. എത്രയോ പേര് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാറില്ലാതെ വീടിന്റെ അകത്ത് പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് കഴിക്കാ ഭക്ഷണം കൊടുത്താൽ പടച്ചവനെ റമളാൻ വരുമ്പോ കെട്ടുകൊടുക്കുമല്ലോ. അതാ പെരുന്നാൾ വരാ പോകുകയാണ്. പാവപ്പെട്ടവർക്ക് കഴിക്കുന്നതിന് വേണ്ടി, പെരുന്നാളിൻ്റെ അന്ന് കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നവരുണ്ടല്ലോ. വീട്ടിലൊരു നല്ല ഭക്ഷണം വെച്ചാ അയൽവാസിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നവരുണ്ടല്ലോ. ഉമ്മാടെ കൂട്ടുകാര്, വാപ്പയുടെ കൂട്ടുകാര്, തന്റെ കുടുംബക്കാർക്ക് കൊടുക്കുന്നവരുണ്ടല്ലോ. ആ ഭക്ഷണം കൊടുക്കുന്നവർക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാ, അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, സഹാബാ, പടച്ചറപ്പിന്റെ സ്വർഗത്തിലൊരു വീട് കിട്ടാൻ അവിടെ നിന്ന് ചെയ്യേണ്ട ഏഴാമത്തെ കാര്യം എന്തെന്നറിയുമോ? കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തോ. മടിയില്ലല്ലോ. ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, യതീമീങ്ങൾക്ക് കൊടുക്കുന്നവരുണ്ട്, പാവങ്ങൾക്ക് കൊടുക്കുന്നവരുണ്ട്. ഒരു നേരത്തെ അന്നം കൊടുത്താ അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു വീട് കിട്ടുമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിലൊരു വീട് വെക്കണമെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ വേണം. പക്ഷേ നിന്റെ വീടിന്റെ അകത്ത് നീ കഴിക്കാനുണ്ടാക്കുന്ന ഭക്ഷണം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ, പള്ളിയിലെ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പലർക്കും മടിയാ. പടച്ചവനെ ഏക്കാമയ്യല്ലോ, പള്ളിയിലെ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ മടിയുള്ളവരുണ്ട്. അതാ അവസാനം കമ്മിറ്റിക്കാര് പറയും, ഉസ്താദിന് ഭക്ഷണം കൊടുക്കണമെന്ന്. ആ ദിവസം വരുമ്പോ 200 രൂപ അവകാശികളാണ് ഉസ്താദന്മാര്. അവർക്ക് നിങ്ങൾ കഴിക്കാൻ ഭക്ഷണം കൊടുക്ക്. റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ഭക്ഷണം ദാനം ചെയ്യണേ, നിങ്ങൾ ഭക്ഷണം ദാനം ചെയ്യണേ. ആ ദാനം ചെയ്യുന്നതിലൂടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു വീട് റബ്ബ് നിങ്ങൾക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എട്ടാമത്തെ വഴി എന്താണ്? എട്ടാമത്തെ വഴി എന്താ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആരെ കണ്ടാലും നീ പറയണം, ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കണ്ടാ പറയണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങളൊരു മനുഷ്യനെ കാണുമ്പോ സലാം പറഞ്ഞാൽ, മടിയാ മുസ്ലിമേ, മടിയാ മുസ്ലിമേ, സ്വലാത്ത് പറയാ മടിയാണ്, സലാം പറയാ മടിയാണ്, സലാം പറയാ മടിയാണ്. നമ്മളിൽ പലർക്കും സലാം പറയാ മടിയാ. അതിന് പിശുക്കാണല്ലോ, അതിന് പിശുക്ക് തരം കാണിക്കുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ സലാം പറയണേ, നിങ്ങൾ സലാം പറയണേ. സലാമിനെ നിങ്ങൾ വ്യാപിപ്പിച്ചാൽ, നിങ്ങൾ സലാമിനെ പ്രചരിപ്പിച്ചാ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പടച്ചറപ്പ് നിങ്ങൾക്കൊരു കൊട്ടാരം തണിമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു സലാം പറഞ്ഞു നോക്ക്. ഒരു മുസ്ലിമിനെ കാണുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല
ബറകാതുഹു. ഒരു സലാം പറയുന്നതിലൂടെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ നിനക്കൊരു വീട് കെട്ടുമെങ്കിൽ പൈസയുടെ ചെലവില്ലല്ലോ, കഷ്ടപ്പാടില്ലല്ലോ, പ്രയാസമില്ലല്ലോ. അത് പറയുന്നതിലൂടെ നേട്ടമല്ലേ ഉള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തന്നല്ലോ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അനസേ നീ സലാം പറഞ്ഞ വീട്ടിലേക്ക് മടങ്ങി ചെന്ന, വീട്ടിലേക്ക് കടന്നു ചെന്ന നീ വീട്ടുകാരോട് സലാം പറയണേ. സലാം പറഞ്ഞ പറയുന്ന നിനക്കും സലാം അടക്കുന്നവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്മാര് അമ്പിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളും സ്വാദാതീങ്ങളും അല്ലാഹുവേ ബദരീങ്ങളും സുഹദാക്കളും കിടക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നിനക്കൊരു വീട് വേണോ? ആ സ്വർഗത്തിൽ നിനക്കൊരു വീട് വേണോ? ഈ ദുനിയാവിൽ ഇരുന്നുകൊണ്ട് പണിയാൻ പറ്റുമല്ലോ, കഷ്ടപ്പാടില്ലാതെ പണിയാൻ പറ്റുമല്ലോ. നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ആ പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ ഒരു വീട് പണിയാൻ കഴിയുന്ന ഈ എട്ടാമത്തെ നന്മയെന്താ? ഈ എട്ടാമത്തെ നന്മയെന്താ? റസൂലുള്ളാഹി പറയുകയാണ്, സഹാബാ നിങ്ങൾ സ്വലാമിനെ വ്യാപിപ്പിക്ക്, നിങ്ങൾ സ്വലാം അധികമായിട്ട് പറയണേ. അതിലൂടെ സ്വർഗത്തിൽ അല്ലാഹു നിങ്ങൾക്കൊരു വീട് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒമ്പതാമത്തെ നന്മയെന്താ? ഒമ്പതാമത്തെ നന്മയെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ, തതജാഫാ ജുനൂബുഹും അനിൽ മളാജ്, പാതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ ഭാര്യയും തന്റെ മക്കളും തന്റെ വീട്ടുകാരും തന്റെ കുടുംബക്കാരും എല്ലാവരും പാതിരാത്രി കിടന്നുറങ്ങുമ്പോ അതാ വിരിപ്പിന്റെ നിന്ന് വിരിപ്പിനകത്ത് നിന്ന് എഴുന്നേറ്റ് കൊണ്ട് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരുണ്ടല്ലോ. ആ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമേ, ഇതൊക്കെ വലിയ കഷ്ടപ്പാടുള്ള കാര്യമല്ല, ഇത് ഒരുപാട് പ്രയാസമുള്ളതല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന നന്മകളല്ലേ? ഇതൊക്കെയല്ലേ ജീവിതത്തിൽ ചെയ്യേണ്ടത്? ഉസ്താദ്, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വീട് കിട്ടാൻ കഴിയുന്ന ഒരു നന്മയാണ് ഇത്. ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നു മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തീരുമാനിക്കുകയാണ്. റസൂലുള്ളാഹി പറയുകയാ, നിങ്ങൾ സ്വലാമിനെ വ്യാപിക്ക്, എല്ലാ മുസ്ലിമിനോടും നിങ്ങൾ സ്വലാം പറയ്. ആ പറയുന്നതിലൂടെ അള്ളാന്റെ സ്വർഗത്തിലൊരു കൊട്ടാരം മലക്കുകൾ നിനക്ക് പണിതു തരികയാണ്. എന്നിട്ട് ഒൻപതാമതായി മുത്തുനബി പറഞ്ഞു, സ്വഹാബാ തഹജ്ജുദ് നിസ്കരിക്ക സഹാബാ. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ഭവനം അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പത്താമത്തെ നന്മയെന്താ? പത്താമത്തെ നന്മയെന്താ? ഒരു നന്മ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു വീട് കെട്ടാൻ ഉസ്താദ് ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ എളുപ്പമുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വീട് പണിയാൻ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഒരു വീടല്ല എത്ര വീട് വേണമെങ്കിലും പണിയാൻ കഴിയുമല്ലോ. എത്ര
വേണമെങ്കിലും പണിയാൻ കഴിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മറ ബനല്ലാഹു ലഹു കസ്റൻ ഫിൽ ജന്നാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 112ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഓതാനറിയാത്തവരില്ലല്ലോ. മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് വരെ ഓതാനറിയുന്ന സൂറത്താ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തുണ്ടല്ലോ, ആരെങ്കിലും ഒരു 10 പ്രാവശ്യം ഓതിയാൽ, സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം പാരായണം ചെയ്ത, 10 പ്രാവശ്യം ആരെങ്കിലും ഓതിയാ, ബനല്ലാഹു ലഹു കസ്റൻ ഫിൽ ജന്നാ. അല്ലാഹു മലക്കുകളോട് പറയുകയാ, അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, അവന് വേണ്ടി സ്വർഗത്തിലൊരു കൊട്ടാരം പണിയ്, അവന് വേണ്ടി സ്വർഗത്തിലൊരു കൊട്ടാരം പണിയ്. എന്റെ പ്രിയപ്പെട്ടവരെ, 10 നന്മകളാണ് പഠിച്ചത്. അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചാൽ സ്വർഗത്തിലൊരു വീട് കിട്ടുകയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി പണിതാൽ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ അതുപോലെ ഒരു വീട് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമത്തെ നന്മ എന്താ? 12 റക്അത്ത് റവാത്തിബ് നമസ്കാരം നിർവഹിക്കുന്ന മനുഷ്യന് അല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ സഫുകൾക്കിടയിലെ വിടവ് നികത്തിയ അവന് സ്വർഗത്തിലൊരു വീടുണ്ട്. അഞ്ചാമതായിട്ട് മുത്തുനബി പറയുകയാണ്, അങ്ങാടിയിലേക്ക് പോകുമ്പോ, ഷോപ്പിലേക്ക് പോകുമ്പോ, കടയിലേക്ക് പോകുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ആറാമതായിട്ട് മുത്തുനബി പറയുകയാണ്, അഞ്ചാമതായിട്ട് മുത്തുനബി പറയുകയാണ്, രോഗസന്ദർശനം നടത്തിയാൽ നീ ഒരു സൗഹാർദ്ദത്തിന്റെ പേരില് ഒരു സ്നേഹിതനെ സന്ദർശിച്ച സ്വർഗത്തിലൊരു വീട് റബ്ബ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏഴാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഭക്ഷണം ദാനം ചെയ്താൽ, ഒരു നേരത്തെ ഭക്ഷണം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്താ സ്വർഗത്തിലൊരു വീട്. 8 എന്റെ പ്രിയപ്പെട്ടവരെ, എട്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? സലാം പറഞ്ഞാൽ, ഒരു മുസ്ലിമിനോട് സലാം പറഞ്ഞാൽ സ്വർഗത്തിലൊരു വീടാ. 9ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിച്ചാൽ, തഹജ്ജുദ് നിസ്കരിക്കുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, 10ാമത്തെ നന്മ എന്തെന്നറിയുമോ? 10
ഒന്നാമത്തെ നന്മ എന്താ? സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്ത ആരുമില്ല, സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ അറിയാത്ത ആരുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മർറാ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്നാ. 10 പ്രാവശ്യം ഇഖ്ലാസ് ഓതിയ അവന് സ്വർഗ്ഗത്തിലൊരു വീടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രഭാഷണം നിർത്തുകയാണ്, ഖത്തത്തിന്റെ ദുആ തുടങ്ങാൻ പോവുകയാണ്. അവസാനമായിട്ട് പഠിച്ചോ, വളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നാ വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ പറഞ്ഞ 10 കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് മടിയാണോ? എങ്കിൽ ഇതുകൂടെ കേട്ടോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലൊരു വീട് കെട്ടാൻ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നമുക്ക് അല്ലാഹു ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴയൊക്കെ വരും, ദുആ സ്വീകരിക്കണ്ടേ? ദുആ സ്വീകരിക്കണ്ടേ? സ്വീകരിക്കണം. അപ്പം മഴയൊക്കെ കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏതാ 10 പറഞ്ഞ സ്വർഗ്ഗത്തിൽ വീട് കിട്ടാനുള്ള 10 വഴികൾ പറ. ഒന്നാമത്തെ കാര്യം, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക. 2 പറ, പള്ളി കെട്ടുക. 3 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം. 4 രോഗികളെ സന്ദർശിക്കുക. അല്ല, 4ാമത്തെ കാര്യം സഫുകൾക്കിടയിലെ വിടവുകൾ നികത്തുക. 5 രോഗസന്ദർശനം നടത്തുക. 6 അങ്ങാടിക്ക് പോകുമ്പോൾ എന്തു പറയണം? ദുആ ചെയ്യ്. ഇതുവരെ പഠിച്ചോ ഇൽമ? 10 1000 നന്മ, 1000 പാപം പൊറുക്കും, 1000 നന്മ എഴുതും, 1000 പദവി ഉയർത്തും, സ്വർഗ്ഗത്തിൽ ഒരു വീട് കിട്ടും. എന്തിന്? തലകുത്തി നിന്നാലല്ല, ഒരു ദുആ ചെയ്ത. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 6ാമത്തെ കാര്യം 6 ഭക്ഷണം കൊടുക്കുക. 7 രോഗികളെ സന്ദർശിക്കുക. 8 സലാം പറയുക. 9 തഹജ്ജുദ് നിസ്കരിക്കുക. 10 സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 11 ഏറ്റവും എളുപ്പമുള്ള വഴി സ്വർഗ്ഗത്തിൽ ഒരു വീട് ലഭിക്കുന്നതിനായി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം. 11ാമത്തെ കാര്യം, എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് ചോദിക്കണം. എന്ത്? സ്വർഗ്ഗത്തിൽ വീട് കിട്ടോ ചോദിച്ചാ, സ്വർഗ്ഗത്തിൽ വീട് തരണേ എന്ന് ചോദിച്ചാ അല്ലാഹു തരുവോ? പറ, തരുവോ? ആര് പറഞ്ഞു തരുമെന്ന്? വളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ അവസാനമായിട്ട് അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, നീ എനിക്ക് സ്വർഗ്ഗത്തിലൊരു വീട് തരണേ അല്ലാ. ദുആ ചെയ്തിട്ട് സ്വർഗ്ഗം വാങ്ങി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വർഗ്ഗത്തിലൊരു വീട് ലഭിക്കുന്നതിനായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമ്മളും അല്ലാഹുവിനോട് ചോദിക്കണം, സ്വർഗ്ഗത്തിലൊരു വീട് തരണേ അല്ലാ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.